ആദി കൈലാസം ആദ്യമായിട്ട് ഭൂമിയിൽ ഈ ദേവന്മാരെ ദേവി ഒത്തു വന്ന സ്ഥലം. ദേവി ആരാ? സതീദേവിയാണ്. അപ്പൊ സതീദേവി ഒത്ത് മഹാദേവൻ വസിച്ച സ്ഥലമാണ് ആദി കൈലാസം. ശേഷനാഗത്തെ പോലെ ഒരു കൂട്ടം ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന നാഗങ്ങളെ പോലെ ഇരിക്കുന്ന മലനിരകളുടെ നടുവിൽ കൈലാസപർവ്വതം വളരെ ഉയരത്തിൽ നല്ല ഭംഗിയായി നിൽക്കുന്ന കൈലാസമാണ് ആദി കൈലാസം. ഏകദേശം 20,000 അടി മുകളിലാണ്, ഉത്തരാഖണ്ഡിലാണ്. നമ്മൾ ഇത്രയും വിശേഷങ്ങളെല്ലാം പറഞ്ഞു. ഇനി എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതായത് ഞാൻ ഈ പഞ്ചകൈലാസം എന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്താണെന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാമോ? അതെ, പഞ്ചകൈലാസങ്ങൾ എന്ന് പറഞ്ഞാല് മഹാദേവൻ പല രീതിയിൽ വസിച്ച സ്ഥലങ്ങളെന്ന് പറയുന്നത്. കൈലാസം മാനസരോവറിന് ഇത്രയും പ്രത്യേകത വരാൻ തന്നെ കാര്യം ഹിന്ദുമതം, ബുദ്ധമതം, ബോൺമതം, ജൈനിസം, 4 മതത്തിന്റെയും ആത്മീയ കേന്ദ്രം കൈലാസം പർവ്വതമാണ്, മാനസരോവര കൈലാസം. അതുകൊണ്ടാണ് അതിന് ഇത്രയും പ്രത്യേകത വന്നത്. പക്ഷെങ്കിൽ എന്നെ വെച്ചോ അല്ലെങ്കിൽ ഒരു കൈലാസികളെ വെച്ചോ കൈലാസം മാനസരോവറിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും ഊർജ്ജം നമുക്ക് കിട്ടുന്ന കൈലാസങ്ങൾ വേറെ ഉണ്ട്. അതിൻ്റെ അകത്ത് 4 കൈലാസങ്ങളാണ് വേറെയുള്ള 5 കൈലാസങ്ങൾ. ഇന്ദ്ര കൈലാസം, ശ്രീകണ്ഠ കൈലാസം, ആദി കൈലാസം, മണിമഹേഷ് കൈലാസം. ഇതിൻ്റെ അകത്ത് ആദി കൈലാസം ഉത്തരാഖണ്ഡിലും മറ്റു 3 കൈലാസങ്ങളും ഹിമാചലിലും ആണ്. പിന്നെ ഉള്ളത് 5ാമത്തെ കൈലാസം മാനസരോവർ. അങ്ങനെ 5 കൈലാസം വരിക. അതിനകത്ത് നമുക്ക് ആദി കൈലാസത്തെ കുറിച്ച് പല രീതിയിൽ പല കഥകളും ഇതൊക്കെ നമുക്ക് ഇതൊന്നും അങ്ങനെ വ്യക്തതയായിട്ട് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല അല്ലെ. ഈ ഒരു 60,000-70,000 വർഷം മുമ്പ് ഐസ് ഏജിന്റെ ലാസ്റ്റ് സമയത്ത് നടന്ന ഒരു കാര്യം നമ്മൾ എങ്ങനെ ഇപ്പം ഇതാണ് എന്നൊരു കേവല മനുഷ്യന് പറയാൻ പറ്റില്ല. എന്നാലും വിശ്വാസങ്ങളാണ് പറയുന്നത്. അതിനകത്ത് പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാവും. ആദി കൈലാസം ആദ്യമായിട്ട് ഭൂമിയിൽ ഈ ദേവന്മാരെ ദേവി ഒത്തു വന്ന സ്ഥലം. ദേവി ആരാ? സതീദേവിയാണ്. അപ്പൊ സതീദേവി ഒത്ത് മഹാദേവൻ വസിച്ച സ്ഥലമാണ് ആദി കൈലാസം. അപ്പൊ ആദിമ ജനത ഈ ഭൂമിയിൽ വന്നിറങ്ങിയ സ്ഥലവും അവരുടെ ആദ്യ റിമൈനിങ്സ് ഇന്നും എന്നുവെച്ചാൽ അവരുടെ റിമൈനിങ്സ് ആയിട്ടാണ് ഓം പർവ്വതം പോലും അവരുടെ സ്റ്റാമ്പാണ്, അവരുടെ സീലാണ് ഓം പർവ്വതം എന്ന് പറഞ്ഞ ഓം എന്ന് പറയുന്ന ചിഹ്നം പോലും അവരുടെ സീലായിരുന്നു എന്ന് പറഞ്ഞാൽ അത് റിമെയിൻ ചെയ്ത പർവ്വതത്തിൽ അവർ കാട്ടിത്തന്നിട്ട് ബാക്കി പത്രമാക്കി വെച്ച് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ആദി കൈലാസം ഓം പർവ്വതം തൊട്ടടുത്തടുത്താണ്. അപ്പൊ അതാണ് ആദി കൈലാസം. അത് വളരെ കൈലാസ പർവ്വതങ്ങളിൽ ഏറ്റവും ഭംഗി കാണാൻ ആദി കൈലാസമാണ്. ശേഷനാഗത്തെ പോലെ ഒരു കൂട്ടം ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന നാഗങ്ങളെ പോലെ ഇരിക്കുന്ന മലനിരകളുടെ നടുവിൽ കൈലാസപർവ്വതം വളരെ ഉയരത്തിൽ നല്ല ഭംഗിയായി നിൽക്കുന്ന കൈലാസമാണ് ആദി കൈലാസം. ഏകദേശം 20,000 അടി മുകളിലാണ്, ഉത്തരാഖണ്ഡിലാണ്. അത് ആദി കൈലാസം. രണ്ടാമത് ശ്രീകണ്ഠ കൈലാസവും കിന്നര കൈലാസം. അത് രണ്ടും ഏകദേശം എതിർ ദിശകളിലുള്ള ഹിമാചലിലെ കൈലാസങ്ങളാണ്. അത് രണ്ടും വളരെ കഠിനം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ശ്രീകണ്ഠ കൈലാസമോ അല്ലെങ്കിൽ കിന്നര കൈലാസമോ കീഴടക്കിയാൽ അവൻ ചെയ്ത പാപങ്ങളെല്ലാം ഇല്ലാണ്ടായി പോയി എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നുവെച്ചാൽ അതുപോലെ ഓരോ സമയത്തും ശ്വാസം കിട്ടാതെയും അഗാധമായ ഗർത്തങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ 6,000 അടി 7,000 അടി ഒറ്റ സ്ട്രെച്ചിൽ താഴേക്ക് പോകുന്ന ഗർത്തങ്ങളല്ല, വരമ്പുകളിൽ കൂടെയാണ് അല്ലെ ഗ്ലേസിയർ കട്ട് ചെയ്തിട്ടാണ് ശ്രീകണ്ഠ കൈലാസത്തിലേക്കൊക്കെ എത്തിപ്പെടുക. അത് 5-6 ദിവസം മലമടക്കുകളിൽ ഈ റാന്തൽ വിളക്കും ടെന്റിനുള്ളിലും കിട്ടുന്ന ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി ഒരു അസുഖങ്ങളും നമുക്ക് വരാതെ ഒരു പനി വന്നാൽ മതി, ഒരു ജലദോഷം വന്നാൽ പോലും നമുക്ക് യാത്ര മുമ്പോട്ട് പറ്റത്തില്ല. അങ്ങനെ പോലും മഹാദേവന്റെ കോൾ ഉണ്ടെങ്കിലേ പറ്റൂ എന്നാണ് പറയുന്നത്. അത്രമാത്രം മഹാദേവൻ അനുഗ്രഹിച്ചാൽ മാത്രമേ ശ്രീകണ്ഠ കൈലാസവും കിന്നര കൈലാസവും എത്തിപ്പെടാൻ പറ്റുള്ളൂ. അത് ഏകദേശം ഇത് രണ്ടും 19,000 അടിക്ക് മുകളിൽ നടന്നു തന്നെ കയറണം. അപ്പൊ നമ്മൾ പറയുന്ന എവിടെ ഇരുന്നിട്ട് ഒരു ആലപ്പുഴ ജില്ല വെച്ച് നോക്കുകയാണെങ്കിൽ സമുദ്രനിരപ്പിനും താഴെയുള്ളൊരു സ്ഥലം. അവിടുന്ന് ആ മൈനസിൽ നിന്നാണ് നമ്മൾ 20,000 അടി മുകളിലേക്ക് ഒരു മനുഷ്യൻ കയറി ചെല്ലേണ്ടത്. അതിൻ്റെതായ വളരെ ചലഞ്ചിങ് ആണ്. പക്ഷേ അവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അഹങ്കാരം എന്നുള്ളൊരു അവസ്ഥ, ഞാനെന്നൊരു ഭാവമൊക്കെ മാറും. അത്രമാത്രം ഭഗവാനിലേക്ക് ഇങ്ങനെ ഇഴുകിച്ചേരാൻ പറ്റുന്ന ഒരു കൈലാസമാണ് ശ്രീകണ്ഠ കൈലാസവും കിന്നര കൈലാസവും. ആ കിന്നര കൈലാസം ഒരു പോയിന്റാണ്, ഒരു 10-90 അടി മുകളിൽ ഒറ്റ കല്ലായിട്ട് നിൽക്കുന്ന ഒരു ശിലയാണ്. ആ ശിവലിംഗമാണ് കിന്നര കൈലാസത്തിന്റെ ടോപ്പിൽ. അത് 3 കളറിലായിട്ടാണ്, രാവിലെ വെളുത്തും വൈകിട്ട് മഞ്ഞായിട്ടും രാത്രി റെഡായിട്ടും ആ കല്ല് മാറും. അത് പ്രകൃതിയുടെ അല്ലെ മഹാദേവന്റെ ശക്തി കൊണ്ടാണ്. അതൊരു വലിയൊരു അനുഭവം കാണുക. അങ്ങനെ 3 കളറിൽ മാറുന്ന ഒരു ശിവലിംഗമാണ് നമ്മൾ കിന്നര കൈലാസത്തിൽ കാണുക. അതേപോലെ തന്നെ ശ്രീകണ്ഠ കൈലാസത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു 2ആയി പിളർന്നിട്ട് ഒറ്റിച്ചു വെച്ച ഒരു ശിവലിംഗ കാണുക. അത് പണ്ട് പാണ്ഡവരവിടെ ചെന്നെന്നും അവര് ശിവലിംഗം അവിടെ സ്വയംഭൂവായ ശിവലിംഗത്തിലെ ഒരു ക്ഷേത്രം കൊണ്ട് മറയ്ക്കാൻ ശ്രമിച്ചെന്നും അത്
പിറ്റേ ദിവസം പൊട്ടി തകർന്നു പോയിട്ട് അത് ആണ് അങ്ങനെ വന്നതെന്ന് ശിവലിംഗം പിളർന്നതെന്ന് പറയുന്നുണ്ട്. അതൊരു കഥ. അതിന് നമുക്ക് അതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കിയാൽ ശ്രീകണ്ഠ കൈലാസത്തിന് ചുറ്റുപാടും മുഴുവൻ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു സ്ലേറ്റിന്റെ വലിപ്പത്തിൽ ഇങ്ങനെ കട്ടിയിലുള്ള സ്ക്വയർ റെക്ടാങ്കിൾ ഷേപ്ഡ് കട്ട് ചെയ്ത കല്ലുകളാണ് മുഴുവൻ. സിമെട്രിക്കലി കട്ട് ചെയ്ത കല്ലിന്റെ പാളികളാണ് മുകളിൽ മുഴുവൻ ഉള്ളത്. അത് ഭയങ്കര ഭംഗിയാണ് കാണാൻ. എന്നുവെച്ചാൽ ഒരു സമയത്ത് അവിടെ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കൂട്ടം ഒരു 10-20 അടി മുകളിൽ വരെ ഈ കല്ലുകൾ ഇങ്ങനെ നിരന്ന് ഉണ്ട്. അത് കാണാൻ പറ്റും. അത് അങ്ങനെ പറയുന്നു. പിന്നെ അതുപോലെ തന്നെ ഭസ്മാസുരൻ ദേവിയെ അപഹരിക്കുന്നതിന് വേണ്ടി ഭസ്മാസുരൻ മഹാദേവനിൽ നിന്ന് വരവെടുക്കുകയും അത് അവസാനം മഹാദേവനിൽ തന്നെ പരീക്ഷിക്കാൻ വേണ്ടി ഭസ്മാസുരൻ മഹാദേവനെ തേടി നടന്ന സമയത്ത് മഹാദേവൻ ഈ ശ്രീകണ്ഠ കൈലാസത്തിലെ ഉദയസ്ഥാൻ ശിക്കാർ എന്ന് പറയുന്നൊരു ഗുഹയുണ്ടായിരുന്നു എതിർവശത്ത്. അവിടെ ഒളിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ മോഹിനി രൂപത്തിൽ വന്ന മഹാവിഷ്ണു എന്താ പറയാ ഭസ്മാസുരനെ വധിച്ചത് അവിടെ നിന്നാണെന്നും പറയുന്നുണ്ട്. ഉച്ചിയിൽ കൈവച്ചാൽ നൃത്തം ചെയ്ത് ഉച്ചിയിൽ കൈവെക്കുമ്പോൾ സ്വയം തന്നെ ഭസ്മമായി പോകുന്ന അങ്ങനെ ആ ഒരു സ്റ്റോറി നടന്നതും ശ്രീകണ്ഠ കൈലാസത്തിലാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രീകണ്ഠ കൈലാസത്തിൽ നേരെ ശ്രീകണ്ഠ കൈലാസത്തിന് തൊട്ടടുത്ത് ഒരു കാർത്തികേയ പീക്കുണ്ട്. അവിടെയാണ് പണ്ട് മഹാദേവനും ദേവിയും കൂടെ ഒരു പഴത്തിന് വേണ്ടി രണ്ടുപേരും, ഒരാൾ പ്രദക്ഷിണം ചെയ്ത് കൈലാസപർവ്വത മഹാഗണപതി 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യുന്നു. അതേസമയത്ത് കാർത്തികേയൻ ഭൂമി മുഴുവൻ പ്രദക്ഷിണം ചെയ്ത് വന്നപ്പോഴത്തേക്കും പഴം ഗണപതി ശ്രീക്ക് മഹാദേവൻ കൊടുത്തു എന്നൊക്കെ പറയത്തില്ലേ. അപ്പൊ ആ ഒരു കഥയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ സമയത്ത് കാർത്തികേയൻ പിണങ്ങിപ്പോവാണ് കൈലാസത്തിൽ. മാനസരോവര കൈലാസത്തിൽ നിന്നും കാർത്തികേയൻ പിണങ്ങിപ്പോയിട്ട് ഭഗവാൻ വന്ന് വസിച്ച സ്ഥലവും ഈ ശ്രീകണ്ഠ കൈലാസത്തിലെ കാർത്തികേയ പീക്കിലാന്ന് പറയുന്നുണ്ട്. അച്ഛനും മഹാദേവനും പാർവതി ദേവിയും ഒരിക്കൽ തപസ്സനുഷ്ഠിച്ച സ്ഥലമാണ് അവിടെ. അതുകൊണ്ട് തന്നെ അവിടെ അത്ര പവിത്രമായ ശ്രീകണ്ഠ കൈലാസ റീജിയനിലാണ് കാർത്തികേയൻ വന്ന് ആദ്യമായി താമസിച്ചതും അവിടുന്ന് പിന്നെ കുമാരികാണ്ഡം പോലുള്ള കഥകളിലേതാ ഇതിലേക്കൊക്കെ മാറിപ്പോവാണ്. അങ്ങനെയൊക്കെയാണ് ആ ശ്രീകണ്ഠ കൈലാസത്തിന്റെ പ്രത്യേകത. പിന്നെ ഉള്ളത് മണിമഹേഷ് കൈലാസമാണ്. അത് ഏകദേശം ഒരു 15,000 അടി ഉയരത്തിലാണ് വരുന്നത്. അത് സാധാരണ വളരെയധികം ആളുകൾ, സ്ത്രീകളും കുട്ടികളും ഒക്കെ പോകുന്നൊരു യാത്രയാണ്. കഠിനമാണ്. 3 ദിവസത്തെ നടക്കേണ്ടതായിട്ടുണ്ടെങ്കിലും ഉയരം കുറവാണ്. ഫെസിലിറ്റീസ് കൂടുതലുണ്ട്. ആഹാരത്തിന് ധാബകളും ഒക്കെ കൂടുതലായി വെള്ളവും ഭക്ഷണവും കിട്ടുന്ന സ്ഥലമാണ്. അത് മഹാദേവന്റെയും പാർവതി ദേവിയുടെയും വസന്തകാല വസതിയായിട്ടാണ് പറയുന്നത് മണിമഹേഷ് കൈലാസം. പക്ഷെങ്കിൽ ഒരു ഭക്തനെ വെച്ച് നോക്കുമ്പോൾ മണിമഹേഷ് കൈലാസം വളരെ പവിത്രമാണ്, അല്ല അത്ഭുതമാണ്. എന്ന് വെച്ചാൽ മണിമഹേഷ് കൈലാസത്തിന് ഒത്ത നടുവിൽ ഒരു കല്ലുണ്ട്, ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു കറുത്ത സ്റ്റോൺ. അത് ഒരു കാലത്തും അതിൽ മഞ്ഞ് പറ്റില്ല. അവിടെ ബാക്കിയുള്ള കൈലാസ പർവ്വതങ്ങളിലും അതിൻ്റെ സറൗണ്ടിങ്സ് ഉള്ള എല്ലാ പർവ്വതവും മഞ്ഞിൽ മൂടിയാലും ഒരു കാലത്തും ഈ കല്ലേൽ, ഈ കൈലാസ പർവ്വതത്തിന് നടുക്കുള്ള ഒരു ചെറിയ പൊട്ട് പോലത്തെ കല്ലിൽ മാത്രം മഞ്ഞ് വീഴില്ല. എപ്പോഴും തിളച്ച് മറിഞ്ഞ് മഹാദേവന്റെ സാന്നിധ്യമാണ്. അപ്പം രാധാഷ്ടമിക്കും കൃഷ്ണാഷ്ടമിക്കും നമുക്ക് ഒരു ജ്വാല പോലെ ഒരു നക്ഷത്രം ഇതിന് മുകളിൽ ഉദിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാം. അത് സൂര്യൻ അസ്തമിക്കുന്നതാണോ ചന്ദ്രൻ ഉദിക്കുന്നതാണോ പറയാൻ പറ്റത്തില്ല. പക്ഷേ ആസ് എ ജുവൽ, ഒരു തിളങ്ങുന്ന ഒരു ഡയമണ്ട് പോലെ ശ്രീകണ്ഠ കൈലാസത്തിന് മുകളിൽ ആ ഒരു രശ്മി കാണാൻ പറ്റും. ആ ഒരു ഓറ അത്ര തിളങ്ങുന്ന ഒരു നമ്മുടെ ഈ ശബരിമലയിലൊക്കെ നമ്മൾ ജ്യോതി കാണുന്നു പറയുന്ന പോലെ അങ്ങനെ ഒരു, അത് ജ്യോതിയാവും, മകര വിളക്കല്ല ഞാൻ പറഞ്ഞ ഒരു നക്ഷത്രം, നക്ഷത്രം ഉദിക്കത്തില്ല, അതുപോലൊരു നക്ഷത്രം പോലെ ഒരു ജ്വാല അല്ല ഒരു തിളക്കം കൈലാസത്തിന് മുകളിൽ ഉദിക്കും രാധാഷ്ടമിക്ക് രാത്രിയിലും. അത് കാണാൻ നമുക്ക് പറ്റും. അതുപോലെ തന്നെ ഈ കല്ല്, ആ ഭഗവാന്റെ സാന്നിധ്യമുള്ള കല്ല് ചുട്ട് പഴുത്തിരിക്കുന്ന ഒരു കല്ല്, അതിലൊരിക്കലും ഒരു സമയത്തും മഞ്ഞ് പിടിക്കത്തില്ല. അത് മണിമഹേഷ് കൈലാസത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ പഞ്ചകൈലാസങ്ങൾ അതാണ്. എന്താണെങ്കിലും ഈ മാനസ സരോവർ കൈലാസ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഇപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട്, നമ്മുടെ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ആഗ്രഹം ഉണ്ടാവാം. അങ്ങയുടെ ഈ ഹിമശൃംഗായയെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസും എങ്ങനെയാണ് അവിടേക്ക് എത്തിപ്പെടേണ്ടതെന്നും ഒന്ന് പറഞ്ഞു തരാമോ? അതെ, ഞാൻ ഒരു 2-3 വർഷമായിട്ടേ ഉള്ളൂ കൈലാസ റീജിയൻ ക്ലോസ് ചെയ്ത് 2017-ലാണ്. അതിന് മുമ്പ് ഒരു 2 വർഷം മുമ്പാണ് ഹിമശൃംഗ തുടങ്ങുന്നത്. പിന്നെ ഒരു 5 വർഷം യാത്രകളില്ലായിരുന്നു. പിന്നിപ്പം അപ്പം ഏകദേശം 2 വർഷം കൊണ്ട് തന്നെ ഏകദേശം 400ഓളം പിൽഗ്രിംസ് കൈലാസത്തിന് പോയിട്ടുണ്ട്. എല്ലാവരും ഞാൻ അങ്ങനെ കൊണ്ടുപോരുമില്ല. നമുക്ക് കുറച്ച് നാൾ പരിചയപ്പെട്ട് അല്ല നമ്മളുമായിട്ട് എന്താ പറയുക ആ ഒരു ഗ്രൂപ്പിലൊക്കെ വന്ന്
പൂർണ്ണമായിട്ടും ഭക്തി മാത്രം, അല്ലാതെ ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ ജസ്റ്റ് അവിടെ ഒന്ന് കണ്ടറിയാനോ അല്ലെങ്കിൽ എല്ലാവരും പോയതുകൊണ്ട് ഞാനൊന്ന് അങ്ങനെ പൂർണ്ണമായിട്ടും ഭക്തി മാത്രം 100% ഭക്തിയുള്ള കുറച്ച് ആളുകളെ ഒരു ബാച്ചിൽ നമ്മൾ 25 പേരിൽ കുറച്ച് കൊണ്ടുപോകുള്ളൂ. 25 പേരിൽ കൂടുതൽ ഒരു ബാച്ചിൽ പോയി കഴിഞ്ഞാൽ അവിടെ പെർമിറ്റ് കിട്ടൂല. സെക്കൻഡ് ഡേ ഓഫ് പരിക്രമയിൽ ചെറിയ വലിയ ചുരത്തിന് നോർമല ചുരത്തിന് മുകളിലാണ്. അവിടെ അക്കോമഡേഷൻ ഫെസിലിറ്റീസ് ഇപ്പോൾ കുറവാണ്. അതുകൊണ്ട് ലിമിറ്റഡ് ആൾക്കാരെ എല്ലാ വർഷവും പോകും, ഹിമശ്രീ യാത്ര പോകും. എന്താണെങ്കിലും നമ്മൾ കണ്ടതും കേട്ടതും അല്ലാതെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് ഈ ചെറിയൊരു സമയം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ ഇത് കാണുന്നവർക്ക് ഇതൊരു വലിയ സന്ദേശമായിരിക്കും, അതുപോലെ തന്നെ ഒരു വലിയൊരു അറിവാണ്. എന്തായാലും താങ്ക് യു. ശിവം ശിവം ശിവം.